മോഷണം പോയത് വിഗ്രഹമല്ല അമ്മൂമ്മേ, ഒരു ഹൃദയമാണ്. എന്റെ പരദേവതമാരെ, വന്ന് വന്ന് കള്ളന്മാർ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിലും കയറി തുടങ്ങിയോ? ഇപ്പോഴൊക്കെ ഈ ഹൃദയം മാറ്റിവെക്കുന്ന ഓപ്പറേഷൻ ഉണ്ടല്ലോ, മാറ്റിവെക്കാനുള്ള ഹൃദയം മേശപ്പുറത്ത് വെച്ച് ഡോക്ടർ മൂത്രമൊഴിക്കാനോ മറ്റോ പോയി കാണണം. ആ സമയത്ത് കള്ളൻ ഹൃദയം എടുത്ത് സ്ഥലം വിട്ട് കാണും. അത് തന്നെയാ സംഭവിച്ചത്, ഉറപ്പാ, അത് തന്നെയാ സംഭവിച്ചത്. പക്ഷേ ഈ ഓപ്പറേഷൻ സമയത്ത് ഡോക്ടർമാർക്ക് കത്രികയും പിച്ചാത്തിയും ഈ പാക്കുവെട്ടി പോലുള്ള കുടിലും ഒക്കെ എടുത്തു കൊടുക്കാൻ നഴ്സുമാരുണ്ടാവുമല്ലോ, അവളുമാർ ആ സമയത്ത് എന്ത് ചെയ്യുമായിരുന്നു? എന്റെ അമ്മുമ്മേ, ഞങ്ങള് പറഞ്ഞതെന്താ, അമ്മുമ്മ കേട്ടതെന്താ? കാര്യം എന്തെന്നറിയാതെ അമ്മ എന്തിനാ ഇടയ്ക്ക് കയറി തോന്നിയതൊക്കെ പറയുന്നേ? എന്നാ നീ എന്നോട് പറ, കാര്യം എന്താണെന്ന്. അത് എന്റെ പേര് സുഭദ്ര, ഇതെന്റെ അമ്മ, പേര് സുശീല. ഞങ്ങൾ കരുണാലയത്തിന്നാ വരുന്നത്. ഓ, കരുണാലയം എന്ന് പറഞ്ഞ ചത്തുപോയ നമ്മുടെ കരുണാരം മുതലാളിയുടെ കരുണാലയോ? അതെ, ഞാൻ കരുണാകരൻ മുതലാളിയുടെ 3 അനുജത്തിമാരിൽ മൂത്തവൾ. അദ്ദേഹം എന്റെ വലിയേട്ടന്. എനിക്കൊരു കൊച്ചേട്ടൻ കൂടിയുണ്ട്, സുകുമാരൻ എന്നാ പേര്. കൊച്ചമ്മാവന് വേണ്ടിയാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് കാണാറുള്ള ഒരു അങ്കിളിനെ പറ്റി അമ്മുമ്മയോട് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ വരട്ടെ, ഇപ്പൊ എനിക്ക് സംഗതി പിടികിട്ടി. എന്റെ മോളും കൊച്ചുമോളും സംഭവങ്ങൾ തുറന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അവര് തങ്ങളിൽ സംസാരിക്കുന്നത് അരുമൂലി മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. എങ്കിലും പഴയ മനസ്സല്ലേ, ഒരു മിനുക്കം കണ്ടാൽ ആ വെട്ടം മിന്നാമിനുങ്ങിന്റെ ആണോ അതോ തീപ്പൊരിയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ആ കൊച്ചിന് എന്റെ മോള് നളിനിയോട് ഇഷ്ടമാണ്. കൊച്ചനൊന്നുമല്ല, കൊച്ചേട്ടന് 50 വയസ്സ് കഴിഞ്ഞു. എവളും കൊച്ചല്ല, വയസ്സ് 38 കഴിഞ്ഞു. 12 വയസ്സിന്റെ വ്യത്യാസം. അതൊന്നും സാരമില്ല. ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ 20 വയസ്സിന്റെ പ്രായ വ്യത്യാസം. എന്നിട്ടെന്താ, ഞാൻ ഇവളെ പറ്റില്ലേ? കെട്ട് നടക്കുമ്പോൾ അങ്ങേർക്ക് വയസ്സ് 35, എനിക്ക് 15. ഉള്ളതുപോലെ പറയണല്ലോ. ആദ്യ കാലത്തൊക്കെ അച്ഛൻ മോളെ നോക്കും പോലെയാ എന്നെ അങ്ങേര് നോക്കിയത്. പിന്നെ പതുക്കെ പതുക്കെ. മതിയമ്മേ, എന്തിനാ ഈ പഴങ്കഥയൊക്കെ പറയുന്നത്? സുശീല ചേച്ചി സുഭദ്രയും നമ്മുടെ അതിഥികളായിട്ട് ഇവിടെ വന്നു. അതിൽ കൂടുതലൊന്നും അമ്മ ഇപ്പൊ അറിയണ്ട. ഇവർക്ക് കുടിക്കാൻ ചായ കൊണ്ടുവന്നാട്ടെ, അതോ ചായ ഞാൻ തന്നെ വന്നെടുക്കണം? വേണ്ട, നീ ചായ എടുത്താ ശരിയാവേ ഇല്ല. അതെ, ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അങ്ങ് പോയിക്കോളാം. നളിനി അവളുടെ അച്ഛനെ പോലെയാ. എന്റെ സ്വഭാവവും കിട്ടിയില്ല, എന്റെ സൗന്ദര്യവും കിട്ടിയില്ല. അതേതായാലും നന്നായി. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? അല്ല, ആൺമക്കൾ അമ്മയെ പോലെയും പെൺമക്കൾ അച്ഛനെ പോലെയും ഇരിക്കണം, അതാ ഭാഗ്യമെന്ന് പഴമക്കാർ പറയാറുണ്ട്. അത് ശരി, അങ്ങനെ. ശരി, ഞാൻ എപ്പോ ചായ എടുത്തിട്ട് വരാം. നളിനി ഇരിക്കും. വേണ്ട, എന്റെ കൊച്ചേട്ടൻ ഇപ്പോ വല്ലാത്ത സന്തോഷത്തിലാണ്. നളിനിയും എന്റെ കൊച്ചേട്ടന് ഒരുപാട് ഇഷ്ടമാണ്. എന്നോടും വളരെ സ്നേഹമാണ്, സ്വന്തം മോളെ പോലെ തന്നെ. വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു പ്രതിമയെ പോലെ അനങ്ങാതിരിക്കുന്ന ആളായിരുന്നു കൊച്ചമ്മാവൻ. ഇപ്പൊ ഒരു യുവാവിനെ പോലെ തുള്ളിച്ചാടിയാ നടപ്പ്. സംസാരിക്കാൻ കഴിവില്ലെങ്കിലും സ്വർണ്ണ ഹൃദയമാണ് എന്റെ കൊച്ചേട്ടന്. കൊച്ചേട്ടന്റെ ഭാര്യയാകുന്ന സ്ത്രീ മഹാഭാഗ്യവതിയായിരിക്കും. പിന്നെ എന്റെ അമ്മ നളിനി ആന്റിക്ക് നാത്തൂൻ പോരെന്ന ഭയമേ വേണ്ട. അദ്ദേഹം വളരെ നല്ല ആളാണ്. പക്ഷെ ഇത്രയും വലിയൊരു മനുഷ്യന്റെ ഭാര്യയാകാനുള്ള യോഗ്യത എനിക്കില്ല. ഭാഗ്യവും ഇല്ല. എന്റെ നിർഭാഗ്യ ജാതകത്തെ അത്രയും നല്ലൊരാളിന്റെ ഭാഗ്യ ജാതകവുമായി എന്തിനാ കൂട്ടിക്കെട്ടുന്നത്? ഇതാ ചായ. എടി, നീ ജനിച്ച കാലത്തെ ഗംഗാധരൻ ജോത്സ്യനെ കൊണ്ട് നിന്റെ അച്ഛൻ ഒരു ജാതകം എഴുതിച്ചു. അതിൽ അടിവരിട്ട് എഴുതിയിട്ടുണ്ട്,
നിനക്ക് 2 കല്യാണം ഉണ്ടെന്ന്. ദിവ്യയ്ക്ക് 2 വയസ്സുള്ളപ്പോഴാ അദ്ദേഹം മരിച്ചത്. റോഡരികിൽ ഒരു കൂട്ടുകാരനുമായി സംസാരിച്ച് നിൽക്കുമ്പോൾ ഒരു ലോറി വന്ന് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. വൈധവ്യ യോഗമുള്ള ജാതകമാണ് എൻ്റേത്. വേണ്ട, ഒരാളിനെ കൂടി. അതൊരിക്കലും വേണ്ട. എടി, വൈധവ്യ യോഗം ആദ്യ കല്യാണത്തോടെ കഴിഞ്ഞു. 2ാമത്തെ കല്യാണം എന്ന് പറയണതേ രാജയോഗ. ഇവളെങ്ങനെയൊക്കെ പറയും. നിങ്ങൾ ചായ കുടിക്കേ, നല്ല 1-ാം-തരം ഏലത്തരിട്ട ചായ. തിന്നാൻ എന്താ വേണ്ടത്? പടിഞ്ഞാറെ പുരയിടത്തിലെ കപ്പ നിപ്പുണ്ട്, ഏത്തയ്ക്കാ മുട്ടനാ. ഞാൻ ഒരു മൂട് പിഴുത് പുഴുങ്ങട്ടെ. നല്ല 1-ാം-തരം കാന്താരിമുളക് ഇട്ട് ഒരു ചമ്മന്തി അരയ്ക്കാം. ഒന്നും വേണ്ട, നല്ല രസികൻ ചായ ഇത് തന്നെ ധാരാളം. നളിനിക്ക് ഈ വിവാഹം ഇഷ്ടമല്ലെന്നറിഞ്ഞ കൊച്ചേട്ടനാകെ തകർന്നു പോകും. ആന്റി ഇതിന് സമ്മതിക്കണം. നളിനി ആന്റിയെ കൊച്ചമ്മായി എന്ന് വിളിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവണം. സമ്മതിക്കമ്മേ. എനിക്ക് അച്ഛനില്ലാത്തതിന്റെ വിഷമം ആ അങ്കിള് തീർത്തരും, എനിക്ക് ഉറപ്പാ. എന്തിനാണ് ഇങ്ങനെ മുഖം വീർപ്പിച്ചേട്ട് നിൽക്കുന്നത്? മഹാലക്ഷ്മി വീട്ടിലോട്ട് കയറി വരുമ്പോ ചൂലെടുത്ത് അടിച്ചു ഓടിക്കുന്നു. വിവരം കേട്ടവളെ. എന്താടി ആ കൊച്ചിനുള്ള കുഴപ്പം? ഊമയായി പോയി, ശരിക്കും സംസാരിക്കാൻ വയ്യ. എന്നാൽ എന്തോ ഇട്ട് മൂടാനുള്ള സ്വത്തില്ലേ? ഇവിടെ ആരെങ്കിലും സ്വത്തിന്റെ കാര്യം സംസാരിച്ചോ? ഞാൻ അങ്ങോട്ട് ചോദിച്ചോ? അവരിങ്ങോട്ട് പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ അമ്മ എന്തിനാ ആവശ്യമില്ലാതെ ആ വിഷയം എടുത്തിട്ടത്? ദേഷ്യപ്പെടാതടി മോളെ. കരുണാര മുതലാളി ചത്തപ്പോ കോയമ്പത്തൂരിന്ന് ഒരു പട്ടത്തി വന്ന് വഴക്കിട്ടതും ഒടുവില് ബന്ധുക്കളൊക്കെ കൂടി തമ്മത്തല്ലുണ്ടാക്കിയതും ആ പാൽക്കാരി പങ്കജാക്ഷി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ ആ തമിഴത്തി സ്വത്തെല്ലാം മുതലാളിയുടെ അനിയനും പെങ്ങന്മാർക്കും കൂടി വീതിച്ചു കൊടുത്തു. ബന്ധുക്കളുടെ കൂട്ടത്തിലെ ഒരു ബഹളും കാണിക്കാതെ ഒതുങ്ങി മാറി നിന്നത് ഈ സുശീല മാത്രമാണ്. ആ കാര്യവും പങ്കജാക്ഷി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? നിർത്തി നിർത്തി. ഇനി ഈ നാക്കിന്നും ഒരക്ഷരം മിണ്ടത്തില്ല. ഞങ്ങൾ ഇറങ്ങുന്നു. നളിനി ഒന്നുകൂടി ആലോചിക്കൂ. ഒരു പോസിറ്റീവ് ആൻസർ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പോയിട്ട് വരാം. വരട്ടെ അമ്മേ. ശരി. ഇടയ്ക്കൊക്കെ ഇറങ്ങണം. ശരി. ശരി. അമ്മമ്മയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എന്തിനാ അവരോട് സ്വത്തിന്റെ കാര്യം പറയാൻ പോയത്? സ്വത്തുണ്ടെങ്കിൽ ഊമയും കെട്ടാമെന്ന അർത്ഥത്തിലല്ലേ അമ്മ സംസാരിച്ചത്? ഞാനാ ചെറുതായത്. എന്റെ തലയിലെഴുത്ത്. ഉള്ളതുപോലെ പറയുന്നോളാ ഈ രാജമ്മ. അതുകൊണ്ട് തന്നെയാ ഈ വിവാഹത്തെ ഞാൻ ഭയപ്പെടുന്നത്. ഒരുപാട് ആഗ്രഹിച്ച ഞാൻ ആ വീട്ടിലേക്ക് പോവാൻ അമ്മയെ വിളിച്ചത്. നീ നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ വന്നത്. അതിനിപ്പോ എന്തു പറ്റി? നളിനി എനിക്ക് ഇഷ്ടപ്പെട്ടു.
അവരെ എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ കൊച്ചമ്മാവൻ പറയാതെ എന്നെ അമ്മയും കൂട്ടി ഞാൻ അങ്ങോട്ട് പോയത്. എന്തായാലും പുത്തരിയിൽ കല്ലുകടിച്ച അനുഭവമായി. നമ്മൾ ഇപ്പോഴൊന്നും സംസാരിക്കണ്ട. നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. അത് കൊച്ചേട്ടൻ കേൾക്കണ്ട. നമുക്ക് ബെഡ്റൂമിൽ പോയി സംസാരിക്കാം. കൊച്ചേട്ടന്റെ സെലക്ഷൻ ഒട്ടും തെറ്റിയില്ല. നളിനി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്റെ അഭിപ്രായം ഞാൻ പറയണ്ടല്ലോ. ഞാനല്ലേ ശരിക്കും കല്യാണ ദല്ലാൾ. കല്യാണം കഴിഞ്ഞാ കൊച്ചമ്മാവൻ എനിക്ക് കമ്മീഷൻ തരണം കേട്ടോ. ഞങ്ങള് കൂടുതലായൊന്നും സംസാരിച്ചില്ല. കല്യാണം നിശ്ചയിക്കുന്നതിന് മുമ്പ് ചേട്ടത്തി ഒന്ന് അറിയിക്കണ്ടേ? ആ, ജോലി തിരക്ക് കാരണം വല്യമ്മായിക്ക് വരാൻ പറ്റുമോന്നറിയില്ല. പക്ഷേ അവിടെ പോയി വല്യമ്മായോട് എല്ലാം പറഞ്ഞ് നേരിട്ട് ക്ഷണിക്കേണ്ടത് നമ്മുടെ ധർമ്മമല്ലേ. ആ, എല്ലാത്തിനും മുൻകൈ എടുത്തത് ഞാനാ. പക്ഷേ ഇപ്പൊ എനിക്ക് അബദ്ധം പറ്റിയോന്നൊരു സംശയം. എന്തിനാ ആവശ്യമില്ലാതെ സംശയിക്കുന്നത്? നളിന ആന്റിക്ക് ഒരു ദോഷവും പറയാനില്ല. ആ ദിവ്യ നല്ല കുട്ടിയാ. കാണാൻ ചന്തമുള്ളത് പോലെ തന്നെ അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം ഉണ്ടൊരു ചന്തം. പക്ഷെ ആ തള്ള കണ്ടാലറിയാം അവരൊരു പ്രശ്നക്കാരിയാന്ന്. രാമായണത്തിലെ മന്ദരയെ പോലെ. അവര് പറഞ്ഞത് അമ്മ ശ്രദ്ധിച്ചോന്നറിയില്ല. പയ്യൻ ഊമയായാലെന്താ, ഇട്ടുമൂടാനുള്ള സ്വത്തില്ലേന്ന്. അത് കേട്ടപ്പോ ഇരുട്ടടി കൊണ്ടതുപോലെയായി. കൊച്ചമ്മാവൻ ഊമയാണെന്ന് എടുത്തു പറഞ്ഞിട്ട് സ്വത്തുള്ളതുകൊണ്ട് മാത്രമാണ് അവർ കല്യാണത്തിന് സമ്മതിച്ചെന്ന് പറഞ്ഞാ ശരിക്കും ആ സ്ത്രീ നമ്മളെ അപമാനിക്കുകയായിരുന്നില്ലേ? നളിനി നല്ല സംസ്കാരമുള്ള പെണ്ണാണ്. ആ അമ്മയുടെ സംസാരം നളിനിക്കും ഇഷ്ടമായില്ല. നമ്മൾ നളിനിയെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ പോരെ? അവളുടെ അമ്മ അല്പസ്വാർത്ഥയായി തന്നെ നമുക്കെന്താ? അല്ലെങ്കിലും എൻ്റെ മോളെ, ഒരു വാക്കിനോ വാചകത്തിനോ അമിത പ്രാധാന്യം നൽകി നമ്മൾ ബന്ധങ്ങളെ നശിപ്പിക്കരുത്. ഈ കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പോ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന കൊച്ചമ്മാവൻ കല്യാണത്തിന് ശേഷം കണ്ണീര് കുടിക്കാൻ ഇടവരരുതെന്ന പ്രാർത്ഥനയെ എനിക്കുള്ളൂ. മോനെ, നീ രാത്രിയിലും ഒന്നും കഴിച്ചില്ലല്ലോ. ദാ ഈ ഹോർലിക്സ് എങ്കിലും കഴിക്കേ. എനിക്കിപ്പോ വേണ്ടത് ഹോർലിക്സ് അല്ല, വിസ്കിയാ. കൂടിയ ഇനം വിസ്കി ഉണ്ടോ കയ്യില്? എങ്കിൽ ഒരു 4 പെഗ് കൊണ്ടുവാ. എടാ, ഞാൻ എൻ്റെ കൈ കൊണ്ട് നിനക്ക് വിസ്കി തരണം അല്ലേ? ദാ ഞാൻ തരുന്ന വിസ്കി ഇതാ. കുറേ ദിവസങ്ങളായി നീ നിന്റെ കളി തുടങ്ങിയിട്ട്. ഇങ്ങനെ നിന്റെ കളി തുടർന്നാൽ എല്ലാം ഇട്ടെറിഞ്ഞ് വെച്ചിട്ട് ഞാൻ അങ്ങ് പോകുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഇല്ലടാ, ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും. കമ്പനിയുടെ MD ആയി തുടരുകയും ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി തന്നെയാണ്. ആ നന്ദികെട്ട ത്യാഗു ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ കൂട്ടിലേക്ക് നിന്നെ വലിച്ചെറിയുന്നു വിചാരിച്ചോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. എന്നെ ഒഴിവാക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ നിന്റെ മുമ്പിലുള്ളൂ, എന്നെ കൊല്ലണം. ആ, അത് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഗതി കെട്ടാ ചിലപ്പോ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. വളർത്തമ്മയെ കൊന്ന മകനെന്ന് എന്നെ നാട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കരുത്. പൊയ്ക്കോ അവിടുന്ന്. വെറുതെ വേണ്ട, ഒരു നല്ല തുക ഞാൻ കോമ്പൻസേഷൻ ആയിട്ട് തരാം. കോമ്പൻസേഷൻ? എടാ, നിന്നെ പ്രസവിച്ചിട്ട് മുലപ്പാൽ പോലും തരാതെ 3-ാം മാസം കള്ളക്കാമുവിന്റെ കൂടെ ഓടിപ്പോയ ആ വൃത്തികെട്ട സ്ത്രീക്ക് കൊണ്ടുപോയി കൊടുക്കടാ. ഈ റോഡിലെ റെയിൽവേ ക്വാർട്ടേഴ്സിൽ ഉണ്ടെന്നാ കേട്ടത്. ആ ആംഗ്ലോ ഇന്ത്യൻ ഇപ്പൊ റിട്ടയർ ആയി കാണും. അവർക്കാണ് ഇപ്പൊ പണത്തിന്റെ ആവശ്യം. ചെല്ലടാ, നാളെ തന്നെ പോ. എന്നിട്ട് പെറ്റമ്മയോ പോറ്റമ്മയോ നല്ലവളെന്ന് നീ സ്വയം തീരുമാനിക്ക്. വടിവേലോ അമ്മ, ഇവിടെ വാ. ഈ കപ്പിന്റെ കഷ്ണങ്ങളൊക്കെ സൂക്ഷിച്ച് പറക്കി മാറ്റ്. നനഞ്ഞ തുണി കൊണ്ട് തറ തുടച്ച് വൃത്തിയാക്കണം. അല്ലെങ്കിൽ അവൻ എരിഞ്ഞുടച്ചതിൻ്റെ അവശിഷ്ടം
അവന്റെ കാലിൽ തന്നെ തുളച്ചു കയറും. വേഗം തുറച്ചിട്ട് പോടാ. ഐ വോണ്ട് ടു ബി അലോൺ.